ഒത്തിരി കാലമായിട്ട് എഡിറ്റ് ചെയ്യണം എന്ന് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. ഇത് നാട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു, പക്ഷേ ഈ വീഡിയോ മാത്രം ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് അന്ന് വൈകുന്നേരം, തലേദിവസം വൈകുന്നേരം ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോയ കുറച്ച് ക്ലിപ്പിങ്സാണ് ഇതൊക്കെ. കുറച്ച് പെർഫ്യൂംസും ക്രീംസും കുറച്ച് ചോക്ലേറ്റ്സും കൂടെയൊക്കെ എക്സ്ട്രാ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ നേരെ കെമിസ്റ്റ് വെയർഹൗസിൽ പോയിട്ട് കുറച്ച് ക്രീംസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി നമ്മൾ ബുള്ളീസിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കോസ്കോയിൽ നിന്ന് മേടിച്ച്. അത് കൂടാണ്ട് കുറച്ച് ചോക്ലേറ്റ്സും കൂടെ നമ്മൾ ബൂളീസിൽ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ ഇത്തവണ നാട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് അന്ന് അങ്കിളും ആൻറ്റിയൊക്കെ വന്നിരിക്കുന്ന സമയമായിരുന്നു, അങ്കിളും ആൻറ്റിയും കസിൻസൊക്കെ. അപ്പോൾ അവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തിരിച്ച് നാട്ടിലോട്ട് പോകാനായിട്ട്. അവർ വെക്കേഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുന്ന എല്ലാവരുമായിട്ടായിരുന്നു ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പെട്ടിയും ബാഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരുവിധം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അശ്വിൻ്റെ പാക്കിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഫുൾ പാക്കിംഗ് ആയിരുന്നു, കാരണം എല്ലാവരും ഒരുമിച്ച് അന്ന് ഇന്ത്യയിലോട്ട് പോകുന്നതുകൊണ്ട്. കണ്ടു, ഇത് അവരുടെ അങ്കിളുടെ ആൻറ്റിയുടെയും കസിൻസിൻ്റെയൊക്കെ പെട്ടിയാണ്. അങ്ങനെ എല്ലാവരുടെയും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വർത്തമാനം എല്ലാം പറഞ്ഞ് അവസാനം കിടന്നുറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റ്, രാവിലെ വെളുപ്പിന് 3 മണിക്ക് എണീക്കുകയും വേണമായിരുന്നു. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് പോയത്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഈ ഒരു മാസം നമ്മളിവിടെ ഇല്ലല്ലോ, അപ്പോൾ അന്നേരം വന്നിട്ട് നമ്മുടെ ഇപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോയ്ക്കാണ് നമ്മൾ എയർപോർട്ടിലോട്ട് എത്തുന്നത്. ഇത് വെളുപ്പിനെ 4 മണിക്കോ അങ്ങനെ ഏതാണ്ട് ഒരു സമയം കേട്ടോ, ഒത്തിരി വെളുപ്പിനെയാണിത്. കാരണം രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേനും നമുക്ക് എയർപോർട്ടിൽ എത്തണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് പോയിട്ടും കാര്യമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേനും 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ കാർ അവിടെ ഇടാൻ പറ്റത്തില്ലല്ലോ അത്രയും കാലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെട്രോയ്ക്ക് പോയി. പിന്നെ സിഡ്നിയിൽ മെട്രോ കയറി എവിടെ വേണമെങ്കിലും മെട്രോയും ട്രെയിനും കയറണമായിരുന്നു ഞങ്ങൾക്ക്. ഈ ഇത്രയും നല്ല മെട്രോയും ട്രെയിനും ഉള്ളതുകൊണ്ട് എവിടെ പോകണമെങ്കിലും, എസ്പെഷ്യലി എയർപോർട്ടിലൊക്കെ പോകണമെങ്കിൽ ഇതാണ് ഏറ്റവും സൗകര്യം കേട്ടോ. എല്ലായിടത്തും നമുക്ക് ട്രോളി വലിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല, നമ്മളൊരു കാർ എടുക്കാനോ ഊബർ എടുക്കേണ്ട ഒരു കാര്യമില്ല. അത്രയും നല്ല എഫിഷ്യൻ്റാണ് ഇവിടുത്തെ ട്രെയിൻ സിസ്റ്റമൊക്കെ. മിക്കവരും എയർപോർട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരും പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു ട്രെയിനും കൂടി എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സിഡ്നി എയർപോർട്ടിലെത്തി. സിഡ്നി എയർപോർട്ട് ഇൻ്റർനാഷണൽ ടെർമിനലിലെത്തി. അപ്പോൾ അവിടെ താഴെയാണ് ട്രെയിൻ നിർത്തുന്നത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് മുകളിലോട്ട്, എയർപോർട്ടിൻ്റെ താഴെ ട്രെയിൻ, പിന്നെ എയർപോർട്ടിൻ്റെ മുകളിലോട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കയറുക ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സീംലെസ് ആട്ടോ ഈ ട്രാവലൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എന്നിട്ട് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒത്തിരി പേരുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടോ, ട്രെയിൻ ട്രാവൽ ഗുഡ് ഫോർ സിഡ്നിന്ന്, അതങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ട്. ഇനിയാണ് നമ്മുടെ എയർപോർട്ടിലെ ചെക്കിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടോയെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ. അങ്ങനെ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു, അശ്വിൻ്റെ എൻ്റെയും കഴിഞ്ഞു. അങ്കിളും ആൻറ്റിയും കസിൻസും എല്ലാം ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭദ്രമായിട്ട് നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും എല്ലാം എടുത്തു വെച്ചു. പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത കസ്റ്റംസ് അല്ലല്ലോ, ഇമിഗ്രേഷൻ്റെ ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് സിഡ്നി എയർപോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. പിന്നെ ഇതായിരുന്നു ഇമിഗ്രേഷൻ്റെ ഭാഗം. അവിടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ ആ വീഡിയോ. അവിടെ എടുക്കാൻ പാടില്ലല്ലോ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ട് എത്തി. അങ്ങനെ സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ്, ചെക്കിനും ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞപ്പോഴൊരു സമാധാനമായി. വെയിറ്റ് നമുക്ക് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അവർ കയറ്റി വിട്ടു. നമുക്ക് എക്സ്ട്രാ ഒന്നും പേ ചെയ്യേണ്ട വന്നില്ല. പിന്നെ ഇങ്ങനെ സിഡ്നി എയർപോർട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ട് നടന്നു. ഇതിനൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എല്ലാം നമ്മൾ മേടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TFS എന്ന് പറഞ്ഞ പരിപാടി, അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയും. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, പിന്നെ ഇമിഗ്രേഷൻ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റിലോട്ട് നടക്കാൻ പോവുക. അപ്പോൾ ഇവിടെ ഒരു ടാക്സ് ക്ലെയിം ഉണ്ട്, അപ്പോൾ അത് നമ്മളൊന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടോ, ഹാൻഡ് ക്യാരി ആയിട്ട് ഈ ഒരു ബാഗും പിന്നെ ഈ ഒരു ബാഗും പിന്നെ എൻ്റെ ഡ്രോണും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഞാൻ ചെക്ക് ഇൻ ചെയ്ത് വിട്ടു. വെയിറ്റൊന്നും കുഴപ്പമില്ലായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അവർ മൈൻഡ് ചെയ്തില്ല, അത് കയറ്റി വിട്ടു. നമുക്ക് കാശൊന്നും കൂടുതൽ കൊടുക്കേണ്ട വന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹാൻഡ് ക്യാരിയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹാൻഡ് ക്യാരിയിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് കാണിച്ചു തരാം.
ഒരു നെക്ക് പില്ലോ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെക്കിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2-3 ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് ഞാൻ ഇതിലോട്ടിട്ടു. പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ബുക്കുണ്ട്. പിന്നെ എൻ്റെ വ്ളോഗ് ചെയ്യുന്ന ഇപ്പം ഞാൻ ഫോണിലാണ് എടുക്കുന്നത്, പക്ഷേ യൂഷ്വലി ഞാൻ ഇതിലാണ് എടുക്കാറ്, ഓസ്മോ. അപ്പോൾ അതിൻ്റെ ഓസ്മോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം കൂടെ ഉള്ളൊരു പൗച്ചുണ്ട്. പിന്നെ ഈ ഒരു വാലറ്റ് ഇന്ത്യയിലെ കാർഡ്സൊക്കെ ഉള്ളൊരു വാലറ്റാണ്. ഷെയ്ഡ്സ്, പിന്നെ സൺസ്ക്രീനുണ്ട്, ചാർജർ. പിന്നെ നമുക്ക് എയർപോർട്ടിൽ എന്തായാലും കുറേ സമയം കിട്ടുമല്ലോ. ഇപ്പോൾ നമ്മുടെ കൂടെ കസിൻസും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ മോണോപ്പൊളി കളിക്കാനായിട്ട് മോണോപ്പൊളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ വാല്യുബിൾ സാധനങ്ങൾ. പിന്നെ ഫ്ലൈറ്റിൽ 100 ml മുകളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ 71 ml ഒരു കുഞ്ഞ് മോയ്സ്ചറൈസറുണ്ട്. പിന്നെ ഒരു വെറ്റ് പൈപ്പ്സ് ഉണ്ട്, ഇവിടെ ഉണ്ട്, എടുത്ത് കാണിക്കുന്നില്ല. ഒരു വെറ്റ് പൈപ്പ്സ് ഉണ്ട്. ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്. ലോങ് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിൽ ലിപ് ബാം, അതൊക്കെ അത്ര ഉള്ളൂ എൻ്റെ ഹാൻഡ് ക്യാരിയിൽ. പിന്നെ ഒരു കുഞ്ഞ് ബാഗും കൂടെ ഉണ്ട്. ഈ ഒരു ബാഗ് ഇത് എനിക്ക് ബോംബെയിൽ നിന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നു. അതിനകത്ത് പാസ്പോർട്ടും ബോർഡിംഗ് പാസും, പിന്നെ ടാബ്ലറ്റ്, പിന്നെ ലിപ് ബാം, എയർപോഡ്സ്, അതൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു ടാക്സ് ക്ലെയിം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാക്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ തന്നെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഒരു ഫോൺ മേടിച്ചു എന്ന് വെച്ചോ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി പുറത്തേക്ക് ഒരു ഫോൺ മേടിച്ചു. നമ്മളിപ്പോൾ അത് അങ്ങനെ ചെയ്തത്, നമ്മുടെ ഫ്രണ്ടിന് ഇവിടുന്ന് ഒരു ഫോൺ വേണമായിരുന്നു. അപ്പം നമ്മളത് മേടിച്ചു. അപ്പോൾ ആ ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഫോൺ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോണല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് കൊടുക്കുന്ന ഒരു ആൾ യൂസ് ചെയ്യുന്ന ഫോണല്ല, ഇവിടുത്തെ ഒരു ടാക്സ് പെയറിൻ്റെ ഫോണല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫോണിൻ്റെ 10% നമുക്ക് GST കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഫോണിൻ്റെ 10% നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പോകുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് നല്ല പനിയാണ്, 102, 104 പനിയാണേ. അപ്പോൾ പാരസെറ്റമോളും ഒക്കെ അടിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ മുഖം കണ്ടാൽ ഇതിനകത്ത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല പനിയിലാണ് ഞാൻ കയറുന്നത്. പനിയും ചുമയൊക്കെ ആയിട്ടാണ് നാട്ടിൽ പോകുന്നത്. അടിപൊളി ട്രിപ്പായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറക്കം ഇത് തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഞാൻ അത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കൂടെ അങ്ങ് ഒരുപാട് അലഞ്ഞു നടന്നില്ല. പിന്നെ അങ്കിളും എല്ലാവരും അവർ നേരെ ലോഞ്ചിലോട്ട് എത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ TFSൻ്റെ ഈ ടാക്സിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് നേരെ ഞങ്ങൾ ലോഞ്ചിലോട്ട് പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, കാരണം സിംഗപ്പൂർ വെച്ചിട്ട് അവർ ബോംബെക്ക് പോവും, ഞങ്ങൾ കൊച്ചിക്കാണ്. അപ്പോൾ സിംഗപ്പൂർ വരെ ഉള്ളൂ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോൾ ഇതായിരുന്നേ ലൗഞ്ചിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാം. പക്ഷേ ഞങ്ങളുടെ സീറ്റ്, എൻ്റെ അശ്വിൻ്റെ സീറ്റ് കുറച്ച് പുറകിലും അങ്കിളുടെ ആൻറ്റിയുടെയും കസിൻസിൻ്റെയൊക്കെ സീറ്റ് ഇച്ചിരി ഫ്രണ്ടിലും ആയിരുന്നു. അപ്പോൾ സീറ്റ്സ് ഒരുമിച്ചല്ലായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് ഒന്നായിരുന്നേ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരേ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്തതാണ് ഞങ്ങൾ. പിന്നെ ഞാനിവിടെ സൂം ചെയ്ത് നോക്കുക, പൈലറ്റ് കയറിയോ എന്ന് നോക്കുന്നതാണ്. വന്നു. അപ്പോൾ നേരെ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പനിയാണ്, പക്ഷേ ഷോയ്ക്ക് ഒരു കുറവുമില്ല. പിന്നെ ഇങ്ങനെ കയറുന്ന പാടെ ഇയർഫോൺസ് ഉണ്ടാവും. അപ്പോൾ അത് 2 എടുത്തു. പിന്നെ നേരെ നമ്മുടെ സീറ്റിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ആദ്യം കയറുന്ന പാടെ തന്നെ ബിസിനസ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ പിന്നെ ബിസിനസ് ക്ലാസ്സിലല്ല, നമ്മൾ എക്കണോമിയിലാണ്. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസിലെ എക്കണോമീസ് ഭാഗത്തോട്ട് നമ്മൾ വന്നു. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണിത്. 333 എന്ന ഒരു ഇതിലാണ്, അറേഞ്ച്മെൻറ്റിലാണ് സീറ്റ്സ്. അപ്പം അശ്വിൻ മിഡിൽ, ഞാൻ വിൻഡോ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണ് സിംഗപ്പൂർ. നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ മിക്കപ്പോഴും സിംഗപ്പൂർ എടുക്കാറ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേ ഉണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ളത്. ഇതൊക്കെ എല്ലാ ഫ്ലൈറ്റിലുള്ള പോലെ സെയിം തന്നെ, ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ അകം ഇങ്ങനെയാണ്.
പിന്നെ എൻ്റെ ഈ സാധനം പൊട്ടിപ്പോയിരിക്കുന്നു. പക്ഷെ അവിടെ കണ്ടോ, അത് കപ്പ് ഹോൾഡറാണ്. അശ്വിൻ്റെയിലുണ്ട്, എൻ്റെ ഇല്ല, അത് പൊട്ടിപ്പോയി. പിന്നെ ഇപ്പോൾ നമുക്ക് കയറുന്ന അവിടെ ഒരു ഹോട്ട് ടവൽ കിട്ടും. അപ്പോൾ മുഖമൊക്കെ വൈപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ഹോട്ട് ടവൽ കിട്ടി. പിന്നെ ഉള്ളത് ഒരു ബ്ലാങ്കറ്റ്, കവറിലിട്ടൊരു ബ്ലാങ്കറ്റ്, ഒരു പില്ലോ, പിന്നെന്താ, പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് ഈ 2 സാധനവും ഭയങ്കര ഉപയോഗമായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ സിഡ്നിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സിംഗപ്പൂർ ടു കൊച്ചി അങ്ങനെയാണ്. അപ്പോൾ സിഡ്നി ടു സിംഗപ്പൂർ ഓൾമോസ്റ്റ് ഒരു 8 hours ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സിഡ്നി എയർപോർട്ട്. ഓൾമോസ്റ്റ് ഒരു കടലിൻ്റെ അറ്റത്താണ്. അപ്പോൾ അവിടുന്ന് റൺവേ ശരിക്കും പറഞ്ഞാൽ കടലിലോട്ട് ഇങ്ങനെ നീണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി ഒരു ടേക്ക് ഓഫ് ആണത് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് പനിയാണല്ലോ, അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഞാൻ കയറിയ പാടെ ഈ ഒരു വീഡിയോ എടുത്ത പാടെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഇടയ്ക്ക് എപ്പോഴും എണീറ്റു എടുത്തിട്ടുള്ള വീഡിയോസാണ്. കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് അശ്വിനാണ് എടുത്തു തന്നത്, ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഞാനൊരു 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുന്നത് ഫുഡ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് കണ്ണ് തുറക്കുന്നത്. 4 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ഉറങ്ങി, കാരണം അത്രയ്ക്ക് പനിയായിരുന്നു. അപ്പോൾ ഫുഡ് വന്നു, ലഞ്ചാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടോ സാധനങ്ങൾ. അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു കേട്ടോ. എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ചിക്കൻ ആൻഡ് ബീഫായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് റൈസ് ആൻഡ് ബീഫാണെന്നാണ് തോന്നുന്നത്, മറന്നുപോയി കേട്ടോ. അതോ ചിക്കനാണെന്നോ ഓർമ്മയില്ല. എന്തായാലും കീനുവ റൈസാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ബ്രെഡുണ്ട്, പിന്നെ മിൽക്കുണ്ട്. അത് മിൽക്കാണ്. അത് ഞാൻ അപ്പം കഴിച്ചില്ല, പിന്നെ എപ്പോഴും എടുത്ത് വെച്ചു, പിന്നെ എപ്പോഴും കാപ്പി കുടിക്കുമ്പോൾ. പിന്നെ ബട്ടറുണ്ട്. പിന്നെ സൈഡിൽ എന്തൊരു കൂസ്കൂസിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ സാധനം പേര് മറന്നുപോയി. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പഫ്സ് പോലത്തെ ഒരു സാധനം കിട്ടി, ചായയും പഫ്സ് പോലത്തെ ഒരു സാധനം. അതെന്താ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെയും ഞാൻ കിടന്നുറങ്ങി. പിന്നെ എപ്പോഴും ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ സിനിമ കണ്ടു. അപ്പോഴാണ് ഈ ചായ കിട്ടിയ സമയം. അപ്പോൾ ഞാൻ ചായ കുടിച്ചു, കാരണം നല്ല പനിയുള്ളതുകൊണ്ട് ഒരു നല്ല ചൂട് ചായ കുടിക്കുന്ന നല്ല സുഖമായിരുന്നു. പിന്നെ ഒരു ആരോഗ്യം വന്നപ്പോഴത്തേനും എൻ്റെ പരിപാടി കണ്ടല്ലേ, ഷീറ്റ് മാസ്ക്. കാരണം വേറെ പരിപാടിയൊന്നുമില്ല, ഉറങ്ങുക ഭക്ഷണം കഴിക്കുക, ഇത് തന്നെ. പിന്നെ ഞാൻ എണീറ്റിട്ട് ഒരു ഷീറ്റ് മാസ്ക് വെച്ചു. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ഈ യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ എനിക്കും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്തത് നന്നായി. ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു മുഖം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആൾക്കാർ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. കാരണം ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇത്രയും ലോങ് ഹവേഴ്സൊക്കെ പോകുമ്പോഴത്തേനും സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു മോയ്സ്ചറൈസർ കൈവെക്കുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്കും കൂടി ഇട്ടപ്പോൾ കുറച്ച് മുഖമൊക്കെ ഇന്ന് ഇച്ചിരി ഹൈഡ്രേറ്റഡ് ആയ പോലെ തോന്നി. പിന്നെ മെയിൻലി വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെയും കിടക്കുന്നു കുറേ സമയം. പിന്നെ എന്ത് ചെയ്യും, പിന്നെയും കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. ഞങ്ങളൊന്ന് സീറ്റ് മാറിയിരുന്നു, അശ്വിൻ വിൻഡോയിലോട്ടിരുന്നു. അപ്പോൾ നോക്കുമ്പോഴത് ഫ്രണ്ടിലിരിക്കുന്നവർ ജവാൻ കാണുന്നു. നമുക്ക് നമ്മുടെ സ്ക്രീൻ കണ്ടാൽ പോരല്ലോ, വേറെ അയൽപ്പക്കത്തിരിക്കുന്നവൻ്റെ സ്ക്രീനും കൂടെ കണ്ടാലേ സന്തോഷമാവുള്ളൂ. പിന്നെ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ സിംഗപ്പൂർ എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ സിംഗപ്പൂരെത്തി, നമ്മളവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരെത്തി. അപ്പോൾ ഈ സിംഗപ്പൂരിൽ നിന്നാണ് അങ്കിളും ആൻറ്റിയൊക്കെ ബോംബെക്ക് പോകുന്നത്, നമ്മൾ കൊച്ചിക്ക് പോകുന്നു. പക്ഷെ നമുക്ക് ലേ ഓവർ, ഞങ്ങൾക്ക് 4 മണിക്കൂർ, അവർക്ക് 3 മണിക്കൂർ അങ്ങനെ ഏതാണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെയും അവിടുത്തെ എയർപോർട്ടിൽ കൂടെയൊക്കെ നടന്നു. അവിടുത്തെ എയർപോർട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടായിരുന്നേ സിംഗപ്പൂർ എയർപോർട്ടിൽ, ഞങ്ങളുടെ ടെർമിനലിൽ. അപ്പോൾ ഞങ്ങൾ അത് പോയി കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നേ. കണ്ടില്ല, ഇതിൻ്റെ അകത്ത് മൊത്തം ബട്ടർഫ്ലൈസ് ആണ്. ഈ വീഡിയോയ്ക്കകത്ത് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ഈ ബട്ടർഫ്ലൈയുടെ ഓരോരോ സ്റ്റേജസ് ആണ്, ലാവ, പ്യൂപ്പ, അങ്ങനത്തെ കുറേ സ്റ്റേജസ് ഇല്ലേ. അപ്പോൾ ആ സ്റ്റേജസൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു. കാരണം ഇത് ഞങ്ങളുടെ ടെർമിനലിൽ ഇതാണ് ഉണ്ടായിരുന്നത്. ചങ്കി എയർപോർട്ട് ആ ഒരു ടെർമിനലിലാണ് വാട്ടർഫോളൊക്കെ. അപ്പം അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. ലെസ് ദാൻ 5 hours ലേ ഓവർ ആണെങ്കിൽ ഇവിടുന്ന് നമ്മളെ പുറത്ത് വിടത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബട്ടർഫ്ലൈ ഗാർഡൻ ആയിരുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ അവിടെ ഇങ്ങനെ ഇത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഫൗണ്ടെയിനും പോൺസൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെയും അടുത്ത ലോഞ്ചിലോട്ട് ഞങ്ങൾ പോയി. അവിടുന്ന് കുറേ ഫുഡ് അടിച്ചു. പിന്നെ അങ്കിളും ആൻറ്റിയൊക്കെ അവരുടെ ടെർമിനലിലോട്ട് പോയി. ഞങ്ങളുടെ ടെർമിനലിലോട്ട് പോകാനായിട്ട് ഇവിടുന്ന് സ്കൈ ട്രെയിൻ എടുത്ത് ഞങ്ങളുടെ ടെർമിനലിലോട്ട് പോവുകയാണ്. പിന്നെ പനി ഒരുവിധം കുറഞ്ഞു, എൻ്റെ പനി കുറഞ്ഞു, കുറച്ചും കൂടെയൊക്കെ ഒരു ആരോഗ്യം വെച്ചു. പക്ഷെ ഭയങ്കര ചുമയായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ടെർമിനലിലെത്തി ഫ്ലൈറ്റിനകത്ത് കയറി. ഇത് കുറച്ചും കൂടെയൊക്കെ ചെറിയൊരു ഫ്ലൈറ്റാണ്. നമ്മൾ സിഡ്നിയിൽ നിന്ന് വന്നതിനേക്കാട്ടിലും ചെറിയ ഫ്ലൈറ്റാണ്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ ടു കൊച്ചി 4 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമാണ്, ഒരു ഷോർട്ടർ ഫ്ലൈറ്റാണ്. പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോഴത്തേനും രാത്രിയാണ്. നമ്മൾ കൊച്ചിയിലെത്തുന്നത് രാത്രി 11:30 എങ്ങാണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ലോങ് ഫ്ലൈറ്റ് എത്തി, നമ്മൾ നാട്ടിലെത്തി. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കൊച്ചി ടച്ച് ഡൗൺ ചെയ്തു, ആ സീറ്റ് ബെൽറ്റൊക്കെ ഊരി അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയേ. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അധികമൊന്നും ആയില്ല, 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നു. അപ്പോൾ വേറെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ വീഡിയോസ് എല്ലാം ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പപ്പയമ്മേനെ എല്ലാവരെയും കണ്ടു. നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, പാലക്കാടേക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് അശ്വിൻ്റെ വീട്ടിലോട്ട് കോഴിക്കോടേക്ക് പിന്നെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നാട്ടിലെത്തിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.